കുറഞ്ഞൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ എൻ്റെ സത്യാന്വേഷണ യാത്രയുടെ മറ്റൊരു എപ്പിസോഡുമായി നിങ്ങളിലേക്ക് എത്തുന്നത്. യാത്രകൾ എന്നും ഒരു അനുഭൂതിയാണ്, ഒരു അനുഭവമാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം കൂടിയാണ് യാത്രകൾ എന്നുള്ളത്. യാത്രകളിൽ നമുക്ക് ചരിത്രത്തെ തിരിച്ചറിയാൻ, യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ, സംസ്കാരത്തെ തിരിച്ചറിയാൻ, സാമൂഹിക ജീവിതത്തെ തിരിച്ചറിയാൻ, ജനപദങ്ങളുടെ ജീവിത ശൈലികൾ തിരിച്ചറിയാനൊക്കെ ഉപകരിക്കുന്ന ഏറ്റവും ഉദാത്തമായ ഒരു മാർഗമാണ് യാത്ര ചെയ്യുക എന്നുള്ളത്. ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെഹ്റാൻഗഡ് കോട്ടയാണ്. ജോധ്പൂരിലെ ഒരു കുന്നിൻ മുകളിൽ, ജോധ്പൂർ നഗരത്തിൻ്റെ ഒരു കുന്നിൻ മുകളിലാണ് ഈ കൂറ്റൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. 1459 റാത്തോഡ് രാജവംശത്തിലെ റാവു ജോധയാണ് ഈ കോട്ട പണികഴിപ്പിച്ചിട്ടുള്ളത്. നഗരത്തിൽ നിന്നും ഏകദേശം 410 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണ് മെഹ്റാൻഗഡ് കോട്ട. അതോടൊപ്പം തന്നെ ഈ കോട്ടയ്ക്ക് ചുറ്റും വലിയ കനമുള്ള മതിലുകൾ പണിയുകയും ആ കാലഘട്ടത്തിൽ കോട്ട സുരക്ഷിതമായി നിൽക്കുന്നതിന് വേണ്ടി ഈ മലമുകളിൽ ഈ കോട്ടയ്ക്ക് ചുറ്റുമായിട്ട് ഇതിന് നല്ല ബലമുള്ള മതിലുകൾ പണിതതായി ഇന്നും ദ്രവിച്ചു പോകാത്ത മതിലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ കോട്ടയ്ക്ക് 7 പ്രധാന കവാടങ്ങളാണുള്ളത്. കോട്ടക്കകത്ത് തന്നെ മനോഹരമായ മറ്റനേകം കൊട്ടാരങ്ങളും ഈ കോട്ടക്കകത്ത് തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശീഷ് മഹൽ, അതായത് കണ്ണാടി കൊണ്ടുള്ള ഒരു കൊട്ടാരം. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഫൂൽ മഹൽ, പൂ കൊണ്ടുള്ള കൊട്ടാരം. അതോടൊപ്പം തന്നെ മോത്തി മഹൽ എന്നിവ ഇതിൽ വളരെ പ്രധാനപ്പെട്ട കൊട്ടാരങ്ങളാണ്. ഇങ്ങനെ ഒട്ടേറെ പ്രാധാന്യമുള്ള, വളരെ എഞ്ചിനീയറിംഗ് മികവ് കൊണ്ടും വാസ്തുശില്പ കല കൊണ്ടും കൗതുകങ്ങൾ ഉണർത്തുന്ന കോട്ടക്കകത്ത് തന്നെ ഒട്ടേറെ കൊട്ടാരങ്ങളുള്ള ജോധ്പൂർ നഗരം പൂർണ്ണമായും ആ കൊട്ടാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മിതി നടന്നിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു കൊട്ടാരമാണ്, ഒരു മനോഹരമായ നിർമ്മിതിയാണ്. ഈ കൊട്ടാരം വളരെ ഉയരത്തിലുള്ളത് കൊണ്ട് തന്നെ ഈ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് ജോധ്പൂരിൻ്റെ വശ്യ സൗന്ദര്യം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും. മെഹ്റാൻഗഡ് എന്ന വാക്കിന് അർത്ഥം സൂര്യ കൊട്ടാരം എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള മനോഹരമായ ഒരു കൊട്ടാരമാണ് മെഹ്റാൻഗഡ് കോട്ട. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മളെപ്പോഴും വിസ്മരിച്ചു പോകുന്ന ഒരു കാര്യമാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ, അതോടൊപ്പം തന്നെ നമ്മൾ ഈ കൊട്ടാരം പണിത ആളെയും രാജാവിനെയും ചക്രവർത്തിയെയും ഒക്കെ ചരിത്രത്തിലൂടെ വായിക്കുമെങ്കിലും വിസ്മരിക്കപ്പെടുന്ന ഒട്ടേറെ ആളുകൾ ഇതിൻ്റെ പിന്നിൽ ത്യാഗം ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചരിത്ര നിർമ്മിതികൾ കാണാൻ സാധിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളുടെ നിരന്തരമായ ത്യാഗത്തിൻ്റെ, വിയർപ്പിൻ്റെ, അധ്വാനത്തിൻ്റെ ഫലമാണ് ഇത്തരത്തിലുള്ള കൊട്ടാരങ്ങളും ഇത്തരത്തിലുള്ള സൗധങ്ങളുമൊക്കെ നിർമ്മിക്കപ്പെടുന്നത്. ഇന്നത്തെ കാലത്തെ ആധുനിക സൗകര്യങ്ങളില്ലാത്ത, ട്രെയിനുകളില്ലാത്ത, അല്ലെങ്കിൽ മറ്റേതനേകം ആധുനിക സംവിധാനങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ 410 അടി ഉയരത്തിലുള്ള പർവ്വതത്തിൽ, കുന്നിൻ മുകളിൽ അതിനേക്കാൾ ഉയരത്തിലുള്ള മനോഹരമായ ഒരു കൊട്ടാരം പണിയുമ്പോൾ എത്രമാത്രം ത്യാഗം
ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആളുകൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ അനേകം ആയിരം ആളുകളുടെ വിയർപ്പിന്റെ, അധ്വാനത്തിന്റെ, ഒരുപക്ഷെ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയതിന്റെ കഥകൾ ഇത്തരം കൊട്ടാരങ്ങൾക്ക് പറയാനുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഓർമ്മിക്കുന്നത് ചക്രവർത്തിയെയോ രാജാവിനെയോ രാജവംശത്തെയോ ആണെങ്കിൽ ഇത്തരത്തിലുള്ള കൊട്ടാരങ്ങൾ ആസൂത്രണം ചെയ്ത, രൂപകൽപ്പന ചെയ്ത എഞ്ചിനീയറെ പറ്റിയോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ത്യാഗം ചെയ്ത പതിനായിരങ്ങളെ പറ്റിയോ, ഇതിൽ നിന്നും ഈ കൊട്ടാര നിർമ്മാണത്തിനൊക്കെ പ്രവർത്തനം നടത്തുമ്പോൾ മരണപ്പെടുകയും വൈകല്യങ്ങൾ വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അവരെ പറ്റിയൊന്നും നമ്മൾ ഒരിക്കലും ഓർമ്മിക്കുക പോലും ചെയ്യുന്നില്ല. അപ്പൊ ഇത്തരം യാത്രകളിലൂടെ നമുക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഒരു ചിന്ത എന്നുള്ളത് ഇത്തരം ത്യാഗോജ്വലമായ സ്മരണകൾ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ ആത്മാർത്ഥമായ വിയർപ്പിന്റെ, കണ്ണീരിന്റെ, അധ്വാനത്തിന്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരേണ്ടതായിട്ടുണ്ട്. അവരുടെ പാവനമായ ഓർമ്മക്ക് മുമ്പിൽ, അവരുടെ സ്മരണക്ക് മുമ്പിൽ നമ്മൾ അത്ഭുതകരമായി കണ്ണും കാതും കൂർപ്പിച്ച് ഇത് കാണുകയല്ലാതെ അവരെ ചിന്തിക്കുന്ന ഒരു പരിപാടി നമുക്കില്ല. അതുകൊണ്ട് തന്നെ അത്തരം ത്യാഗനിർഭരമായ ഈ ഭാരിച്ച ജോലി ചെയ്ത, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ഓർമ്മിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ കാഴ്ചയിലേക്ക് വിട്ടുതരികയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളുമൊക്കെ കമന്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.